ഈ കണ്ടുപിടുത്തം നടത്തിയല്ലോ. അപ്പൊ ഇനി വർക്കല ബീച്ചിലേക്ക് അവിടെ നമ്മുടെ ആരാ ഉള്ളത്? നമ്മുടെ ബീച്ചിൽ ആരാ ഉള്ളത്? നമ്മളാണല്ലേ. ഞാനിത് നമ്മളേതാണ്ട് മറ്റേ ചാനലിലെ ആളിന്റെ പേര് പറയുന്നത് അഖിൽ ഷാൻ സാർ അവിടെ ഉണ്ടല്ലേ. ഓ കൊമ്പൊന്നുമില്ല, പാവം നല്ല മനുഷ്യൻ അഖിൽ ഷാ. ഹാപ്പി ന്യൂ ഇയർ. മാന്യന അല്ലേ? ഇത്രയും നല്ലൊരു മനുഷ്യൻ നമ്മള് ഇന്റർവ്യൂ കണ്ടപ്പോ തോന്നി ഇത്രയും നല്ല മനുഷ്യനായിരിക്കും. ശാന്തശീലൻ മാത്രമല്ല പ്രശാന്ത സുന്ദരൻ. ഇനി റിപ്പോർട്ട് കേട്ടോ കാര്യം പറയട്ടല്ലേ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാനിപ്പോൾ ഉള്ളത് ഈ വർക്കല ബീച്ചിലാണ്. ഇവിടെ വലിയ ആഘോഷം, അതായത് വൈകുന്നേരം മുതൽ വലിയ ആഘോഷ പരിപാടികൾ ഈ ക്ലിഫിലുൾപ്പെടെ, വർക്കല ക്ലിഫിലുൾപ്പെടെ, വർക്കല ബീച്ചിലുൾപ്പെടെ വലിയ രീതിയിൽ ആൾക്കൂട്ടം എത്തുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. നമുക്ക് എല്ലാ വർഷവും വർക്കലയിൽ കാണുന്നത് പോലെ തന്നെ അതിയായ ആഘോഷം തന്നെയാണ് വർക്കലയിൽ നടക്കുന്നത്. ഏറ്റവും പ്രധാനമായി നമുക്ക് ഈ ആളുകൾ, ഇവിടെ എത്തുന്ന ആളുകൾ ഉൾപ്പെടെ അവർ പറയുന്ന കാര്യം, ഈ വർക്കല ബീച്ച്, അത് വർക്കല ബീച്ചും അതുപോലെ തന്നെ വർക്കല ക്ലിഫും ഒരുമിച്ചുള്ള സ്ഥലം, അത് കടലിൻ്റെ മനോഹാരിത ഉൾപ്പെടെ ആസ്വദിച്ച് ഈ ന്യൂ ഇയർ ആഘോഷിക്കാനായി വർക്കല ബീച്ചിൽ ഉൾപ്പെടെ എത്തുന്നത് ആയിരങ്ങളാണ്. അത് വൈകിട്ട് 6 മണി മുതൽ വർക്കലയിൽ വലിയ തിരക്കാണ്. ആളുകളുടെ ഒരു തിരക്ക് വൈകിട്ട് 6 മണി മുതലുണ്ട്. നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് പോലീസിന്റെ വലിയ സുരക്ഷ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. ഈ പറയുന്ന ലൈഫ് ഗാർഡുകൾ ഉൾപ്പെടെ ഈ ബീച്ചിന്റെ ഭാഗത്തും അതുപോലെ തന്നെ ക്ലിഫിന്റെ ഭാഗത്തും ഉൾപ്പെടെ ലൈഫ് ഗാർഡുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ വർക്കല ബീച്ച് എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ റിസോർട്ടുകളും അത്തരത്തിലുള്ള കഫേകളും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു ആനന്ദത്തിൻ്റെ കേന്ദ്രം തന്നെയാണ് വർക്കല എന്ന് പറയുന്നത്. അവിടേക്ക് ഇത്തരത്തിൽ ഇന്നെത്തിയത് അല്ലെങ്കിൽ ഇന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരങ്ങളാണ്. ഇവിടെ ഈ ഹോട്ടലുകളിലായിട്ടും അതുപോലെ തന്നെ ക്ലബ്ബുകളിലുമായിട്ടുമൊക്കെ DJ പാർട്ടികൾ അതുപോലെ തന്നെ മറ്റ് പാർട്ടികളൊക്കെ നടക്കുന്നുണ്ട്. അത് ജനങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്നതും അല്ലാതെ അഖിൽ ഷാൻ സാറാണ് വർക്കല ബീച്ചിൽ നമുക്കൊപ്പം ചേർന്ന്. വിഷ്ണു ശങ്കർ മഠത്തിൽ പറയുന്നത്, ഞങ്ങൾ അയർലൻഡിലെ മലയാളി നേഴ്സസിനെ ഒന്ന് ഗവനിക്കണം. നാട്ടിൽ നിന്ന് ഇവിടെ താമസിച്ചിട്ട് ഞങ്ങൾ അഭിമാനത്തോടെ ഇവിടെ പറയും മല്ലൂസ് ആണെന്ന്. ഇപ്പോഴും പറയണം മല്ലൂസ് ആണ്. വി ആർ മല്ലൂസ് അല്ലേ? നമ്മൾ എന്ത് വി ആർ പ്രൗഡ് ഓഫ് മല്ലൂസ് എന്ന് പറയണം. അത്രയും പോരെ ഇംഗ്ലീഷ്. അപ്പൊ നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ എന്താണ് ഒരാൾ പറയുന്നുണ്ട് ഇതുപോലൊരു പരിപാടി കണ്ടിട്ടില്ല, ഇതുപോലൊരു TV പ്രോഗ്രാം കണ്ടില്ല. എങ്ങനെ പറയണം? അല്ല, ഞാൻ ഇതുപോലെ ഇതുപോലൊരു നാട്ടകേസാവെന്ന് വിചാരിച്ചത്.